പശ്ചിമ ബംഗാളിലേക്ക് എത്തുമ്പോൾ അവിടെ വലിയ പ്രതിസന്ധി നേരിടുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. കനത്ത തോൽവിയാണ് ഇത്തവണ തൃണമൂൽ കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്. 15 വർഷം അധികാരത്തിലിരുന്ന മമതാ ബാനർജിക്ക് ആ അധികാര കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു പൊളിറ്റിക്കൽ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ കൂടുതൽ ദുർബലമാവുക എന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് അങ്ങനെ സംഭവിക്കാറുള്ളത് എങ്കിൽ പശ്ചിമ ബംഗാളിൽ അതല്ല സാഹചര്യം. ഇപ്പോഴിതാ തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നതാണ്. കടുത്ത ഭിന്നത പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ്. മമതാ ബാനർജിക്ക് നേരെ മാത്രമല്ല, മമതാ ബാനർജിയുടെ അനന്തരവൻ കൂടിയാണ് ഈ അഭിഷേക് ബാനർജിക്ക് നേരെയും വലിയ ആരോപണം ആണ് ഉയർന്നു വരുന്നത് എന്നതാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനയൊക്കെ നടത്തിയതിൻ്റെ പേരിൽ 3 തൃണമൂൽ കോൺഗ്രസ് വക്താക്കളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ സസ്പെൻഷനിൽ അടക്കം ഇപ്പോൾ വലിയ പ്രതിഷേധം ആണ് ഉയരുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം അഴിമതി ആരോപണം, അതായത് തൃണമൂൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് നേരെ അഴിമതി ആരോപണം കൂടി ഉയരുന്നു. സർക്കാരിൻ്റെ ഭാഗമായിരുന്നവർക്ക് നേരെയും അഴിമതി ആരോപണങ്ങൾ ഉയരുന്നു എന്നതാണ്. അപ്പോൾ ദീദി വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. 15 വർഷം നീണ്ട തുടർച്ചയായ ഒരു ഭരണം, അതിനുശേഷം പ്രതിപക്ഷത്തേക്ക് എത്തുമ്പോൾ പാർട്ടിക്കകത്ത് ഭിന്നത രൂക്ഷമാവുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, ഒരു ഭാഗത്ത് പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടി വരുന്നതിൻ്റെ ക്ഷീണം, മറുഭാഗത്ത് ഈ അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് ഇനിയും ഉണ്ടാകാം. ഒരുപക്ഷെ ഓപ്പറേഷൻ താമര പ്രതിപക്ഷ നിരയിൽ തന്നെ ഉണ്ടായേക്കാം. പാർട്ടി പിളരുവാൻ, അതായത് BJPയിലേക്ക് പോകാനല്ല ഈ വിമതരുടെ താല്പര്യം, അല്ലെങ്കിൽ എതിരാളികളുടെ താല്പര്യമെങ്കിൽ മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ രൂപീകരണം, അങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധിയാണല്ലോ തൃണമൂൽ ഇപ്പോൾ നേരിടുന്നത്. അതെ അഭിലാഷ്, അസാധാരണമായ പ്രതിസന്ധിയിലേക്കാണ് തൃണമൂൽ കോൺഗ്രസ് കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈ പശ്ചിമ ബംഗാളിൽ ഭരണം മാറിക്കഴിയുമ്പോൾ ഭരണകക്ഷിയിൽ നിന്ന് കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്ക് അതൊരു സാധാരണ സംഭവമാണ്. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ CPM-ൽ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. കൂട്ടത്തോടെ ആളുകൾ തൃണമൂലിലേക്കും BJPയിലേക്കും ഒക്കെ പോയത് നമ്മൾ കണ്ടതാണ്. സമാനമായി ഇപ്പോൾ 15 വർഷത്തെ ഭരണത്തിന് ശേഷം മമതാ ബാനർജിക്ക് കളം ഒഴിയേണ്ടി വരുമ്പോൾ അവരുടെ പാർട്ടിയിൽ നേരിടുന്ന വെല്ലുവിളി അതാണ്. തെരഞ്ഞെടുപ്പ് വിധി പോലും അംഗീകരിക്കാതെ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ വലിയ രാഷ്ട്രീയവും നിയമപരമായ പോര് പ്രഖ്യാപിച്ചിരിക്കുന്ന മമതാ ബാനർജിക്ക് സ്വന്തം പാർട്ടിയിലെ ഈ ചേരിപ്പോരുണ്ടാക്കുന്ന പ്രതിസന്ധി ഒട്ടും ചെറുതല്ല. 2 രീതിയിലുള്ള പ്രതിസന്ധിയാണ് അവർക്കുള്ളത്. ഒന്ന്, പാർട്ടിയിൽ ഇതിനകം തന്നെ പുകഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി അതിന് ഒന്നുകൂടി ഊർജം കൂടുന്നു. പ്രത്യേകിച്ച് അത് അഭിഷേക് ബാനർജിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മമത നടത്തിയ പല നീക്കങ്ങളും അതിനെതിരെ തുറന്നു പറയാൻ ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ തയ്യാറാവുന്നു എന്നതാണ് ഒരു സാഹചര്യം. രണ്ടാമത്തെ വിഷയം, തോൽവിക്ക് പിന്നാലെ BJP നടത്തുന്ന നീക്കങ്ങളാണ്. മമതാ ബാനർജിയുടെ ക്യാമ്പിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കളെ അടർത്തിയെടുക്കുക, അതിനുവേണ്ടി BJP കളമൊരുക്കങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നു. പ്രധാനപ്പെട്ട പല നേതാക്കളും തൃണമൂൽ വിട്ട് പുറത്തേക്ക് വരും എന്ന അവകാശവാദം BJP ഉയർത്തിക്കഴിഞ്ഞതുമാണ്. സ്വാഭാവികമായും അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ 2-3 തരത്തിലുള്ള പ്രതിസന്ധികളാണ് മമതാ ബാനർജി ഈ വിഷയത്തിൽ നേരിടുന്നത്. വീണ്ടും ഇന്ത്യ മുന്നണിയുമായി അടുത്ത് കൂടുതൽ സംയുക്ത നീക്കങ്ങൾ മമതാ ബാനർജി ആലോചിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സ്വന്തം ചേരിയിലെ ഈ പ്രതിസന്ധികൾ ഓരോന്നായി പുറത്തു വരിക. ഇത് കുറേ നാളുകളായി മമതാ ബാനർജിയുടെ നയങ്ങളോടും നിലപാടുകളോടും എതിർപ്പുള്ള വിഭാഗങ്ങളൊക്കെയാണ് ശക്തമായി നിലപാടെടുക്കുന്നത്. ഇവർക്കെതിരെ 6 പേർക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം അച്ചടക്ക നടപടി ഉണ്ടായത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നീക്കം. അങ്ങനെയെങ്കിൽ അവരും അവരെ സ്വാധീനിക്കുന്ന മറ്റു പലരും പുറത്തേക്ക് വരുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അതായത് ബംഗാളിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള ധ്രുവീകരണ സാധ്യതയാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾക്ക് ഇടവയ്ക്കുന്നത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. തൃണമൂലിൻ്റെ സ്വാധീനം കൂടുതൽ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് BJPയും തയ്യാറായേക്കാം. അങ്ങനെയെങ്കിൽ ഈ നീക്കങ്ങളിൽ ഇനി മമതാ ബാനർജി എന്ത് ഇടപെടൽ നടത്തുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ബംഗാളിലെ ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ, സ്വന്തം ചേരിയിലെ പ്രതിസന്ധി ഒഴിവാക്കാൻ മമതാ ബാനർജി ബദൽ നീക്കങ്ങൾ എന്തെങ്കിലും പ്രഖ്യാപിക്കുമോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നീക്കമാണോ ഉണ്ടാവുക? ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനിടയിൽ ചില കടുത്ത തീരുമാനങ്ങൾ കൂടി ബംഗാളിലെ പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്ന സൂചന കൂടി പുറത്തു വരുന്നുമുണ്ട്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് കയ്യെത്തിപ്പെടാൻ പറ്റാത്ത ഒന്ന് എന്ന് ഒരു കാലഘട്ടത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് അവിടെ CPM-നായിരുന്നു വലിയ വേരോട്ടം ഉണ്ടായിരുന്നത്. 3.5 പതിറ്റാണ്ട് CPIM തുടർച്ചയായി ഭരിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അതിനുശേഷം പിന്നീട് മമതാ ബാനർജിയുടെ ഒരു പടയോട്ടം ആയിരുന്നു കാണാൻ സാധിച്ചത്. അത് 1.5 പതിറ്റാണ്ട് നീളുന്നു. ഇതിനിടെ BJP ക്രമേണ നില മെച്ചപ്പെടുത്തുകയും അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തു. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ്.
ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ SIR-ൽ ഏതാണ്ട് 1 കോടിക്കടുത്ത് 90 ലക്ഷത്തോളം ആളുകൾക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടപ്പോൾ അതിൽ ഈ വോട്ടവകാശം നഷ്ടപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും അവർ ഇന്ത്യക്കാരല്ല, ബംഗ്ലാദേശിൽ നിന്ന് എത്തി ഇവിടെ പൗരത്വം ഉൾപ്പെടെ അനധികൃതമായി നേടുകയും അങ്ങനെ വോട്ടർ പട്ടികയിൽ അനാവശ്യമായി കടന്നുവരികയും ചെയ്തിട്ടുള്ളവർ എന്നതാണ് BJPയുടെ നിലപാട്. നിരവധിയായ ആളുകൾ SIR-ന്റെ കാലഘട്ടത്തിലടക്കം ബംഗ്ലാദേശിലേക്ക് തിരികെ പോയി എന്നത് വസ്തുതയാണ്. ഇനി അറിയേണ്ടത് ഈ SIR-ൽ ഇപ്പോൾ പുറത്തു പോയിട്ടുള്ളവർ മുഴുവൻ അങ്ങനെ തന്നെയാണോ എന്നതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടുത്ത നിലപാടുകൾ സ്വീകരിക്കാൻ പോകുന്നത് ഈ പലായനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും. അതിർത്തിയിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ബംഗ്ലാദേശികളുടെ ഒരു വരവ് ഇല്ലാതാക്കുക. ബംഗാളിൽ അതിൽ തന്നെ മമതാ ബാനർജിയുടെ പിന്തുണയോടുകൂടിയാണ്, അവരുടെ വോട്ട് ബാങ്ക് എന്ന നിലയിലാണ് ഈ ബംഗ്ലാദേശിൽ നിന്ന് ആളുകളെ ബംഗാളിലേക്ക് എത്തിച്ചിരുന്നത് എന്ന ഒരു നിരീക്ഷണം കൂടി BJPക്കുണ്ട്. അതിനുകൂടി തടയിടുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.